Viene Charlie. Charlie? Senorita. I forgot to tell you, the Spanish masala you made the other day was delicious. താങ്ക് യു. എന്താണെങ്കിലും താങ്ക് യു. എന്താ വരാൻ പറഞ്ഞത്? ഇന്ത്യ ഫുഡിന്റെ എന്തെങ്കിലും പ്രത്യേക ഐറ്റംസ് ഉണ്ടാക്കാനാണോ? ഒരു ഒത്തപ്പെടുത്താലോ? വേണ്ട. എന്നാ പിന്നെ കട്ടൻ കാപ്പിയിൽ ഈ ബ്രാൻഡി മിക്സ് ചെയ്തിട്ടൊരു ഐറ്റം ഉണ്ടല്ലോ, ഒരു ഈ അതെടുത്താലോ? ഒരു കരാഗ്രിയ. വേണ്ട. പിന്നെ വയ്യുവാറി ഓ ഇന്ന് പോയി. എന്തിനാ എന്നെ ഇപ്പൊ വിളിപ്പിച്ചത്? അയ്യോ, പറഞ്ഞുവിടണോ? എന്താ ഇത്? അത് രാഹുൽ എഴുതിയതാ. രാഹുലിന്റെ വോയിസിൽ വായിക്കാമോ? പ്രണയത്തിന്റെ വേഗത എത്രയാണ്? പ്രണയം എന്താ മോട്ടോർ ബൈക്കാ? പ്രണയത്തിന് പ്രകാശത്തെക്കാൾ വേഗതയാണ്. ഇയാളെന്താ ഇലക്ട്രിസിറ്റി ബോർഡിലായിരുന്ന? In Rahul's voice. പ്രണയത്തിന്റെ വേഗത എത്രയാണ്? പ്രണയത്തിന് പ്രകാശത്തേക്കാൾ വേഗതയാണ്. നിലാവ് കൂടുകൂട്ടിയ മരച്ചില്ലയിൽ എന്റെ പ്രണയം. മസാല ദോശയും മദാമയും. തെരുവിൽ നിന്ന് അവനുണ്ടാക്കിയ ദോശയുടെ ഗന്ധത്തിലൂടെ അവൻ അവളുടെ മനസ്സിലേക്ക് ആദ്യം കടന്നു വന്നു. പിന്നീട് അവൻ നൽകിയ ആഹാരത്തിന്റെ രുചിയിലൂടെ, പിന്നെ നഷ്ടപ്പെട്ട പ്രണയത്തിന്റെ ശബ്ദത്തിലൂടെ, ഇപ്പോഴിതാ സ്പർശനത്തിലൂടെ. ഗന്ധം, രുചി, ശബ്ദം, സ്പർശം, പഞ്ചേന്ദ്രിയങ്ങളിൽ കാഴ്ച എന്ന ഇന്ദ്രിയം പ്രണയത്തിന് അനിവാര്യമല്ലെന്നോ? ഇത് പ്രണയമാണോ അതോ മൺമറഞ്ഞ പ്രണയത്തിന്റെ ശവം മാന്തിയെടുക്കലോ? ആർക്കറിയാം. Muchas felicidades, querida. Feliz cumpleaños. Camila. പ്രണയം ഒരു ഭ്രാന്താണെന്ന് വാസുവേട്ടൻ പറഞ്ഞു. ഈ മുരിങ്ങക്കാ Siempre escribiendo novelas. Algún día te juro que las quemaré todas. A ti también, maldito egoísta. കണ്ട ബാലിനും ക്ലബിലും വന്ന് നിന്നോടൊപ്പം ഡാൻസ് ചെയ്യാൻ എന്നെ കിട്ടില്ല. നോവൽ എഴുതുന്നത് എന്റെ ഇഷ്ടമാണ്. എന്റെ സർഗപ്രതിഭ ചോദ്യം ചെയ്യാൻ വന്ന നിന്നെ അണപ്പലടിച്ചാൽ തീർപ്പിക്കും. Ora pati. Estúpido idiota. പോയിക്കോട്ടെ എന്ന് ചോദിച്ചതാ. പട്ടീന്നൊക്കെ പറയുന്ന കേട്ടല്ലോ. ആ പറഞ്ഞത് കൃത്യമായിട്ട് മനസ്സിലായല്ലേ? ഇതിനേക്കാൾ വലുതാ സ്പാനിഷിൽ പറഞ്ഞുകൊണ്ടിരുന്നത്. മലയാളത്തിൽ തെറിപ്പരീക്ഷ എഴുതി അവക്ക് 1ാം റാങ്കാ. പപ്പേട്ടന് കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്തുകൂടെ? അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ടല്ലോ. അവൾ സ്പാനിഷിൽ ചീത്ത പറയുമ്പോ എന്നും ഞാൻ മലയാളത്തിലെ മറുപടി പറയാറുള്ളൂ. കാലങ്ങൾ കഴിഞ്ഞപ്പോൾ അതിലെ ചില വാക്കുകൾ ചീത്തയാണെന്ന് മനസ്സിലാക്കി അവൾ തിരിച്ചു വിടാൻ തുടങ്ങി. എല്ലാ അന്തർദേശീയ പ്രണയങ്ങളും ദുരന്തത്തിലാണല്ലോ കലാശിക്കുന്നത്. രാഹുലിന്റെ കാര്യത്തിൽ അതിനല്ലേ സംഭവിച്ചത്? രാഹുലിന്റെ മരണത്തിന് പിന്നില് സെന്യൂറാണെന്ന് പപ്പേട്ടൻ വിശ്വസിക്കുന്നുണ്ടോ? അങ്ങേര് നല്ല മനുഷ്യനാ. അതൊരു ആക്സിഡന്റ് തന്നെ ആയിരുന്നു. എല്ലാം കമീലയുടെ തെറ്റിദ്ധാരണയാ. സെന്യൂറിന്റെ സ്വഭാവം വെച്ച് നോക്കുമ്പോ എനിക്കും അങ്ങനെ തോന്നുന്നത്. മകള് സംസാരിക്കാത്ത കാരണം ഭാവത്തിന് നല്ല വിഷമമുണ്ട്. ഒന്ന് മനസ്സ് വന്ന് സംസാരിച്ചാൽ തീരുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. മോൾക്കാണെങ്കിൽ ദേഷ്യവും വാശി, അച്ഛനാണെങ്കിൽ ഈഗോ. പിന്നെ എങ്ങനെ പിണക്കം മാറും? ഞാനൊരു പരീക്ഷണം നടത്തി വെക്കാലോ? ശരിയാവോന്നറിയില്ല. നമ്മുടെ കേരള സ്റ്റൈലിലൊരു സെന്റിമെന്റ്സ് പിടിച്ചോ. ഇനി ഞാൻ പറയുന്ന കാര്യങ്ങള് സ്പാനിഷിലാക്കിയിട്ട് അത് മലയാളത്തിലാക്കി പപ്പേട്ടൻ എനിക്ക് എഴുതി തരണം. നാവ് പിഴയ്ക്കാതെ ദൈവം കാത്ത ഒക്കെ ശരിയാവും. കമീല.
Camila, siento mucho que aún no se haya resuelto este malentendido. Es verdad que nunca he podido aceptar tu relación con Raúl, pero yo no soy responsable de su muerte. Solo quería ver si podías olvidarle, separándole de tu lado. Y de no ser así, estaba dispuesto a concertar vuestro matrimonio. La muerte de Raúl me golpeó como a ti. En el nombre de Dios, te lo digo de verdad, no he hecho nada malo. No me odies. Solo por eso no me he casado de nuevo. Y vivo en soledad. No quiero perder tu amor. Por favor, no me sigas haciendo daño. Me gustaría volver a oírte llamarme papá antes de morir. Papá. Cami. Wow. Camila. Aquí. Where are you? Ay! Come, Charlie. Give me a horse. Vamos, vamos, vamos. സാർ ഇതുവരെ ഒന്നും പറഞ്ഞില്ല. സീനിയർ നിന്നോട് സംസാരിക്കാൻ ഏൽപ്പിച്ച ഗൗരവമുള്ളൊരു വിഷയമാണ് ഞാൻ പറയാൻ പോകുന്നു. എന്താ സാർ, വല്ല കുഴപ്പമുണ്ടോ? ആ, അല്പം കുഴപ്പം പിടിച്ച കാര്യം തന്നെയാണ്. കമീല നിന്നോട് സ്നേഹത്തോട് അടുത്ത് പെരുമാറുന്നതൊക്കെ കുറച്ചു ദിവസമായിട്ട് അദ്ദേഹം ശ്രദ്ധിക്കുന്നുണ്ട്. ആ മനുഷ്യനിപ്പോ ഏറ്റവും വലുത് മകളുടെ സന്തോഷം മാത്രമാണ്. പഴയതുപോലെ ഇനിയൊരു ദുരന്തം ഉണ്ടാവാൻ പാടില്ല. അതിന് ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല സാർ. ആ കുട്ടിയെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഞാൻ ഓരോരോ തമാശകള്. നീ തെറ്റിയതെന്ന് ആരെങ്കിലും പറഞ്ഞോ? ചുമ്മാ ടെൻഷൻ ആവണ്ട. ഞാൻ ചോദിക്കുന്നതിന് നീ ആത്മാർത്ഥമായിട്ട് മറുപടി പറഞ്ഞാൽ മതി. എനിക്ക് കംപ്ലീറ്റ് ആത്മാർത്ഥയാണ് സാറേ. എങ്കിൽ പറ, കമീലെ നിനക്ക് ഇഷ്ടമാണ്? അത് ആത്മാർത്ഥമായിട്ട് തന്നെ പറയണോ അല്ലേ? പറഞ്ഞ പണി പോവില്ലല്ലോ അല്ലേ? ഇല്ല. ആ സാറേ, ഒരു മാലാകെ കാണിച്ചിട്ട് ആരെങ്കിലും ഇഷ്ടമാണെന്ന് ചോദിക്കുക സാറേ. കമീലെ എല്ലാവർക്കും ഇഷ്ടപ്പെടും. സാറിന് ഇഷ്ടമല്ലേ? നിനക്ക് വിവാഹം കഴിക്കാൻ ഇഷ്ടമാണോന്ന് ചോദിച്ചത്. സാറെന്നെ ആക്കുകയാണല്ലേ. ആ കുട്ടി എവിടെ കിടക്കണു, ഞാൻ എവിടെ കിടക്കണു, എന്റെ ഉള്ളിൽ പറഞ്ഞിട്ട് സാറിനെന്നെ പണിന്ന് പറഞ്ഞുവിടാൻ വേണ്ടിട്ടല്ലേ? ഹേയ്, ഞാൻ കാര്യമായിട്ട് പറഞ്ഞ ഇത് സീനിയോറിന്റെ തീരുമാന. നിനക്ക് സമ്മതമാണെങ്കിൽ, നിന്റെ വീട്ടുകാർക്ക് സമ്മതമാണെങ്കിൽ മറ്റൊന്നും സീനിയോർ ചിന്തിക്കുന്നില്ല. ചിലപ്പോ നീ ഉദ്ദേശിക്കുന്ന മാതിരി ആവില്ല. കാഴ്ചയില്ലാത്ത കുട്ടി, വിദേശ വനിത എന്നൊക്കെ പറയുമ്പോ പൊരുത്തപ്പെടാൻ വീട്ടുകാർക്ക് ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ട് നിന്റെ വീട്ടുകാർക്ക് സമ്മതമാണെങ്കിൽ നീ അവരിങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരണം. എന്നിട്ടേ കമീലയോട് ഞാൻ കാര്യങ്ങൾ പറയുന്നുള്ളൂ.